ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു 1 വീക്ക് മുമ്പിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട് കണക്ക് സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു ചെയ്തത്. പിന്നെ അതിനൊരു റിപ്പീറ്റേഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് വലിയ രീതിയിലല്ല, ഒരു 100K എബോവ് റീച്ച് വന്നു. സോ അതനുസരിച്ചിട്ട് അതിന് നെഗറ്റീവ് കമൻസും വരാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് റീച്ച് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നെഗറ്റീവ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് കേട്ടോ. നോർമലി നമ്മളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളെ പറ്റിയിട്ടൊന്നും തോന്നില്ല. പക്ഷെ പുതിയതായിട്ട് വന്ന് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് നമ്മളൊന്ന് ചൊറിയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും പറയാൻ തോന്നുന്നത്. എനിക്കറിയത്തില്ല ഇതുകൊണ്ടിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിന്ദൂരത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ സിന്ദൂരിടുന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വിശ്വാസമാണ്. സോ എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഞാൻ സിന്ദൂരിടുന്നതോട് എതിർപ്പില്ല. പിന്നെന്താണ് നിങ്ങൾക്ക് കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വന്നത്. ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളെ പറ്റിയിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ വീഡിയോ ഫോട്ടോ ഇതുപോലെ ഒന്ന് റീച്ച് ആവും. ആ ഒരു ടൈമിലായിരിക്കും കൂടുതലും ആൾക്കാർ. മെയിൻ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? എന്നിലും മുകളിലേക്ക് അവൾ പോകുന്നു അല്ലെങ്കിൽ അവൻ പോകുന്നു. അപ്പം അവരെ ഒന്ന് അടിച്ച് താഴ്ത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചുമ്മാ ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നത്. ഈ സിന്ദൂരത്തിൻ്റെ കാര്യം നെഗറ്റീവ് അല്ല കേട്ടോ പറഞ്ഞു. അതിന് വേറെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയിട്ട്. ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ട് പോലും മോശം പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ അടുത്തിടയ്ക്കാണ്, ഒരു 2 വീക്സ് ആയിട്ടില്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട്. അതും സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിലാണെന്ന് ഒരുവിധം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പിന്നെയും എന്തിനാണ്? നമ്മൾ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല. ഞങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സന്തോഷമാണ്, ഞങ്ങളുടെ ഹാപ്പിനെസ്സാണ്. ഞാൻ മാത്രമല്ല, ഒരുവിധം എല്ലാവരും. അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും. മേ ബി ഏണിങ്സ് ആയിരിക്കാം. അതൊക്കെ കൊണ്ടിട്ടായിരിക്കും പലരും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. സോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ പോരെടോ. എന്തിനാണ് ചുമ്മാ പോയി ചൊറിയുന്നത്? നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് അതുകൊണ്ട് കിട്ടുന്നത്? നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയില്ല. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് തപ്പി കണ്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഞാൻ എങ്ങനെയൊക്കെ കേൾക്കാം. ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളും ചിന്തിച്ച കാര്യങ്ങളും അല്ലാത്തതും കൊല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ട കാര്യമാണ്. അതിനെതിരെ ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. പിന്നെ ഞാൻ അതിൽ കേട്ടില്ലെന്ന് വെച്ചാൽ, എൻ്റെ 11.5 പവൻ്റെ താലിമാല എവിടെ, മുക്കുബണ്ടോ ആണോ എന്നൊക്കെ ചോദിച്ചു. മേ ബി അതായിക്കോട്ടെ, അത് റോൾഡ് ഗോൾഡോ മുക്കുബണ്ടോ എന്തോ ആയിക്കോട്ടെ. ഞാനൊരു ഓർണമെൻറ്റ്സ് ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യാനും എനിക്കിഷ്ടമുള്ള കാര്യം സംസാരിക്കാനും എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള അവകാശം എൻ്റെ മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന എനിക്ക് അനുവദിച്ച് തന്ന ഒരു കാര്യമാണ്. എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു മൗലിക അവകാശം എനിക്കുണ്ട്. സോ ഞാനത് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഇട്ടാൽ എന്താണ്, ഇട്ടില്ലെങ്കിൽ എന്താണ്? എനിക്കിടണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇടും, ഇടണ്ടാന്ന് തോന്നുമ്പോൾ ഞാൻ ഇടില്ല. ചിലപ്പോൾ ഞാൻ അത് വിൽക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. അതും അല്ലെങ്കിൽ ഞാൻ കൊണ്ട് പണയം വയ്ക്കും. നിങ്ങൾക്ക് എന്താണ്? എൻ്റെ ഇഷ്ടമാണ്. ഇടണ്ടയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾക്ക് അതുകൊണ്ടിട്ട് നിങ്ങൾക്കത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ? വേണ്ടാന്ന് വെക്കുമ്പോൾ ചോദിപ്പിക്കുന്നതാണ്. എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എനിക്കറിയത്തില്ല. ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിന്ദൂരത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ 11.5 പവൻ്റെ താലിമാല. എനിക്ക് അഭിമാനമാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. സോ എനിക്കിട്ടുകൊണ്ട് നടക്കുന്നതിന് എന്താണ് കുഴപ്പം? മേ ബി മുക്കുബണ്ട് ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ക്യാഷ് വേണ്ടിയിട്ടാണോ ഞാൻ വാങ്ങിയത്? അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണോ എനിക്ക് വേണ്ടി സമ്പാദിച്ചത്? അല്ലല്ലോ. പിന്നെ ഞാൻ കേട്ട കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. എൻ്റെ ഫേസ് കട്ടില്ല, ഗോകുവിൻ്റെ ഫേസ് കട്ടില്ല. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? വേറെ ആരുടെയെങ്കിലും കുട്ടിയാണോ? എൻ്റെ ബേബിക്ക് എൻ്റെ നിറമല്ല. ഞാൻ കുറച്ച് ഡള്ളാണ്, ഒരു ഡസ്കി സ്കിന്നാണ്. ഇരുനിറം എന്ന് പറയത്തില്ലേ, മാനിറം ഇരുനിറം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെയാണ് ഞാൻ. പക്ഷേ ഈ ഗോകു എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം നല്ല ഫെയർ ആണ്. ഗോകുവിൻ്റെ അതേ നിറമാണ് എൻ്റെ ബേബിക്കുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഗോകുവിൻ്റെ അമ്മ എങ്ങനെയാണ്, എനിക്ക് എൻ്റെ ബേബിനെ കാണുമ്പോൾ എനിക്ക്
ഗോകുവിൻ്റെ അമ്മേനാണ് ഓർമ്മ വരുന്നത്. കറക്റ്റ് ഗോകുവിൻ്റെ അമ്മേനെ അതേ കണക്ക് പിച്ച് വെച്ചേക്കാണ്. സോ നോ നീഡ് എ DNA ടെസ്റ്റ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മേ ബി ഗോകുവിൻ്റെ കുട്ടി അല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ അമ്മയുടെ ഫേസ് എങ്ങനെയാണ് വരുന്നത്? അമ്മയ്ക്ക് വരെ മക്കളൊന്നും ഇല്ല കേട്ടോ, ആൺകുട്ടിയായിട്ട് അവൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് 2 പെൺകുട്ടികളാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കയറി ഇടപെടുന്നത്, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് പറയുന്നതിനൊരു പരിധിയില്ലേ? വിട്ടേക്ക്. അപ്പം നമുക്ക് എൻ്റെ ടോപ്പിക് ഇതാണ്. ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, എനിക്ക് അത് പറയാനുള്ള റീസൺ ഉണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോയിട്ട് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവരെ കളിയാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വരും. നിങ്ങൾ IT ആക്ട് 66 തൊട്ടിട്ട് 66A, B, C, D, E, F ഇത് IT ആക്ട് പ്രകാരം എന്താ 66A, B, C, D, E, F 7 IT ആക്ടുകളുണ്ട്. അതായത് ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. നമുക്കെതിരെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ഇതുപോലെ ചുമ്മാ നമ്മളെ അറിയാത്ത ഒരാൾ വന്നിട്ട് പോലും സോഷ്യൽ മീഡിയ വഴി നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു കാര്യമാണ് അതിൽ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ, ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മളൊരാളെ പോയിട്ട് നെഗറ്റീവ് പറഞ്ഞു, അവർ പോയിട്ട് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അതോറിറ്റീസിലോ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പം നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 3 years വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ 1 lakh rupees അടുപ്പിച്ച് പിഴയും കിട്ടാവുന്ന ശിക്ഷയാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെയാണ് IT ആക്ട് 67 തൊട്ടിട്ട് കുറച്ച് ആക്ടുകളുണ്ട്. അത് ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ സൈബർ ഒരു പ്ലേസ് വഴി നമ്മൾക്കെതിരെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യുന്നു, ലൈക്ക് ഒരു മെസ്സേജ് ആയിട്ട് അയക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊരു കോൾ വന്നു, ഞാൻ കട്ടാക്കിയിട്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കാം, അല്ലേ വേണ്ട. കാര്യം കോള് നിൽക്കുമ്പോൾ ചിലപ്പോൾ വോയിസ് കട്ടാവുക, നോക്കട്ടെ. കോൾ വന്നതാണ് കേട്ടോ കട്ടായത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും വരാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഈ IT ആക്ട് 66 തൊട്ടിട്ട് F വരെ ഉള്ളത്, അതുപോലെ തന്നെ 67 തൊട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ഫോട്ടോസോ വീഡിയോസോ ഒന്നും മെസ്സേജായിട്ട് വരുന്നത് മാത്രമല്ല, നിങ്ങൾ ഒരാളുടെ ഒരു വീഡിയോ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ വൾഗറായിട്ട് പോയി കമൻറ്റ് ചെയ്താൽ പോലും അത് ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യമുണ്ട്, അതായത് നിങ്ങളുടെ മൗലികാവകാശമാണ്. പക്ഷെ ഒരാളുടെ ലൈഫിൽ പോയി കടന്നു കയറിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്ന എന്തിനാണ്? അതിനെതിരെ അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളും പെടും. നിങ്ങളുടെ ഒരു മനസ്സുഖം, അവരെ ചെന്നിട്ട് നമ്മളെ കൈ നല്ല രീതിയിൽ അവർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവളെ പോയി വീണ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പോയി ചൊറിയുന്നതാണ്. നിങ്ങൾക്കും അത് അവർ തിരിച്ചൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉണ്ടാവും അതിനുള്ള ബാക്കി പണിയും കാര്യങ്ങളൊക്കെ, നിങ്ങളും നടക്കണം അതിൻ്റെ പുറകെ. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇത്രയാണ് ഈ ക്രൈമുകളുടെ കൂട്ടത്തിൽ വരുന്നത്, സൈബർ ക്രൈമുകളുടെ കൂട്ടത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് എങ്ങനെ അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിലിപ്പം എല്ലാ ജില്ലകളിലും സൈബർ സെല്ലുകളുണ്ട്. സോ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള പരാതി തെളിവ് സഹിതം കൊടുക്കുക. ഞാൻ പറയുമല്ലോ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് നാളെ അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് അവർക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പോയി കൊടുത്താലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഒരുപാട് പേരാണ് ഈ സൈബർ ക്രൈമിനെതിരെ കേസുമായിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം തീർത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത്. ഒരു 3 months എന്തായാലും വെയിറ്റ് ചെയ്താൽ മാത്രമേ അതിനുള്ളത് ഉണ്ടാവുള്ളൂ. 3 മാസം വരെ അവർ ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ, പിന്നെയും നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തോട്ടെ. അത് നിങ്ങൾക്കുള്ള തെളിവ് നിങ്ങൾക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റും. മേ ബി ഇപ്പോൾ ഒരു കമൻറ്റ് വന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എടുത്ത് അവരുടെ പ്രൊഫൈൽ, ഇപ്പം അവർ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ കൂടിയിട്ട് അതെടുത്ത് വെക്കുക. ഈ ഫേക്ക് അക്കൗണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. അവർക്ക് 2, അപ്പം നിങ്ങളെ സൈബർ ബുള്ളി ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു കേസ് വരും. അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൻ്റെ പേരിലും അവർക്കൊരു കേസ് പോകും. അപ്പോൾ 2 കേസായിരിക്കും പോകുന്നത്. ഈ ടോട്ടൽ 6 വർഷം കിട്ടും തടവ് ശിക്ഷ. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതും നിയമപരമായി തെറ്റ് തന്നെയാണ്. നിങ്ങൾ അതൊക്കെ പോയി നോക്കുക. നമ്മളെ ചുമ്മാ വന്നിട്ട് ചൊറിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടില്ല.
നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൂടെ പഠിച്ചു വെക്കുക. നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഞാനിപ്പോൾ എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടിട്ട് ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിന്ന് സംസാരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ചൊറിയാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യം കുറച്ചും കൂടി ഇൻവോൾവ് ആക്കാൻ നോക്കൂ. അല്ലാണ്ടിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിൽ പോയി ചൊറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂളായിട്ട് നിൽക്കും കേട്ടോ. വേറെ ആരെയും ചൊറിയുന്ന പോലെയല്ല. ഞാൻ ഒരുപാട് ചൊറിച്ചിലൊക്കെ കിട്ടിയതാണ്. ഒരു 2 വർഷം ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിച്ചതാണ്. പലരും പറയാവുന്നതിൻ്റെ അപ്പുറം എന്നെ പറഞ്ഞതാണ്. ഞാൻ കേട്ടിട്ട് നിൽക്കുന്നത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, അതുപോലെ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ ഓക്കെ ആണ്, ഞാൻ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് വിശ്വാസമുള്ളിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്ത് നിന്നതിൽ കൃമികളെ പോലെ ചൊറിഞ്ഞിട്ട് എനിക്ക് കൊള്ളൂല്ല, ഉറപ്പാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ കേട്ടതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ എന്തോരം കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ ഞാൻ ഡബിൾ സ്ട്രോങ് ആണ്. ഞാൻ കരഞ്ഞു വിളിച്ചല്ല ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നത്. ആ കുട്ടി ചെയ്ത കണക്ക് എനിക്കും സൂയിസൈഡൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു. പക്ഷെ എനിക്ക് ജീവിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ കേട്ടാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കേട്ടാണ് കാര്യം കേട്ട് കാണൂല, അത്രമാത്രം കേട്ടു. എന്നിട്ടും ഞാനിങ്ങനെ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഫിനിക്സ് കപ്പിൾസ് എന്നാണ്. ഞങ്ങളുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചൂസ് ചെയ്തൊരു നെയിമാണ്. പക്ഷേ അത് അർത്ഥവത്തായത് ഇപ്പോഴാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സത്യമാണ്. ചാരത്തിൽ നിന്നും ഉയർത്തു വന്നത് അതുപോലെ തന്നെയാണ്. ഞങ്ങൾ എത്രത്തോളം അത്രത്തോളം അതപ്പതിച്ച് നാശകോശമായി നാണം കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഉയർന്ന് ഇപ്പോഴും നെഗറ്റീവ് പറയുന്നവരുണ്ട്, ഉള്ളത് പറയാമല്ലോ. ഫേസിൽ നോക്കി നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അപ്പുറത്തോട്ട് പോയി നിന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നവരുണ്ട്. പറഞ്ഞോട്ടെ, ഞാൻ അവരുടെ ചിലവിനല്ല ജീവിക്കുന്നത്. പറയുന്നവർ പറയട്ടെ. എനിക്കറിയാം, എനിക്ക് എന്നെ വിശ്വാസമുണ്ട്, എൻ്റെ ഫാമിലിക്ക് എന്നെ വിശ്വാസമുണ്ട്. എനിക്കത് മതി. വേറെ എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. വേറെ ആരെന്ത് പറഞ്ഞാലും മൂക്ക് ചൊറിയുന്നു. ആരോ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ്. സോറി. എനിക്കങ്ങ് രാവിലെ എനിക്കൊരു കമൻറ്റ് വന്നതാണ് കേട്ടോ. ദേവിദാസ് എന്ന് പറയുന്നത്, ഞാനത് പേര് ശ്രദ്ധിക്കാനുള്ളത്. എൻ്റെ പേര് ദേവുദാസ് എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ദേവദാസ് എന്നാണ്. സിസ്റ്ററിൻ്റെ പേര് ദേവിദാസ് എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ കമൻറ്റ് കണ്ടിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞു കേട്ടോ. നമ്മൾ എത്രയെന്ന് പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പരിധി വരെയൊക്കെ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ചിലർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു പോവും. പറയാമല്ലോ. എന്നിട്ട് ഞാൻ ഇത്രേ പറയുന്നു, നിങ്ങൾക്ക് അവരെ എന്നെ കാണാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് തരുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കിക്കളാം. പിന്നെ നിങ്ങൾക്ക് കാണണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പോയി ചൊറിയുന്നത്? നമ്മൾ പറഞ്ഞത് സൈബർ ക്രൈമോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും സൈബർ സെല്ലുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നോ നാളെ ഒന്നും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവും. നമ്മുടെ ഹെൽനോസ് പാട്ട് അറിയാം, ധന്യ, ആ കുട്ടിയുടെ ഒരു മൂവ് ചെയ്ത വീഡിയോ, ആ കുട്ടിയുടെ മാത്രമല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മൂവ് ചെയ്ത വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഹെഡ് മാത്രം വെച്ചിട്ട് ബാക്കി ബോഡി ന്യൂഡായിട്ടൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കുറേ കേസിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പലയിടത്തും നടക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേണക്ക് നമുക്കും ഫൈറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരാൾ വന്നിട്ട് നമ്മളെ നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്നത് മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് cybercrime.gov. മറന്നുപോയി, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കേന്ദ്ര ഗവൺമെൻറ് സൈബർ ബുള്ളിങ്ങിനെതിരെ ഒരുപാട് പോർട്ടലുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനകത്തൊന്നാണ് നിങ്ങൾക്ക് ഞാൻ അത് താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം അതുവഴി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് പോസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ cybercrime.kerala.gov. അങ്ങനെ എന്തോ ആണ്. അത് ഞാൻ താഴെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് വന്ന നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് അതെടുത്തിട്ട് കറക്റ്റ് എവിഡൻസോട് കൂടിയിട്ട് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക. അവരുടെ പ്രൊഫൈലും നിങ്ങൾ ഫേക്ക് ID ആണെങ്കിൽ പോലും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പൊക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കൊടുത്തു, അല്ലാണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യാനൊന്നും നിൽക്കരുത്. പിന്നെ ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിതിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകെ നടക്കാം. നിങ്ങൾക്കെതിരെ നമ്മളൊരു കേസ് പോയി കഴിഞ്ഞാൽ ലൈക്ക് നമുക്കും അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്കും കേസ് പറഞ്ഞിങ്ങനെ നടക്കാനുള്ള വകുപ്പുണ്ടാകാം. പിന്നെ അവരോട് പറയണം കേസ് മാറ്റി തന്നു പറഞ്ഞുകൊണ്ട് പോയി പറഞ്ഞ് നടക്കേണ്ടി വരും.
അതൊന്നും അറിയാണ്ടാണ് പലരും പോയി കൂടുതലും ചില ചെറിയ കുട്ടികളൊക്കെയാണ് കേട്ടോ, ഒരു 18 വയസ്സിന് ആ ഒരു ഏജൊക്കെ ആയി വരുന്ന കുട്ടികൾ, അതല്ല എനിക്ക് കൂടുതൽ വരുന്നത് അങ്ങനെയാണ്, ആ ഒരു ഏജായി വരുന്നത്. അതൊക്കെ ഞാൻ ചുമ്മാ തമാശയായിട്ട് അങ്ങ് വിടും. പിന്നെ ചേട്ടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ. പിന്നെ ഒരു 30, 35, 40 ആ ഒരു ഏജിലുള്ള ചേച്ചിമാർ. ഞാൻ പ്രൊഫൈലെടുത്ത് നോക്കി, നെഗറ്റീവ് ഇടുന്നവരുടെ എല്ലാം പ്രൊഫൈലെടുത്ത് നോക്കും. എന്നിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർക്കൊക്കെ ഫാമിലി ഇല്ലേ, ഇവർക്ക് മക്കളില്ലേ, പെൺകുട്ടികളിൽ. ഞാൻ ഒരു കുട്ടിയുടെ അടുത്ത് ഇതുപോലെ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഇത് കണക്കൊരു കുട്ടി, ആര്യ എന്നെന്തോ തോന്നുന്നു കേട്ടോ പേര്, അവൾ ഇത് കണക്ക് വന്നിട്ട് കുറേ എന്നെ ഏതാണ്ടൊക്കെ ഒത്തിരി പറഞ്ഞു, കമൻറ്റ് ചെയ്യല്ല, മെസ്സേജ് ചെയ്തു. അപ്പം ഞാൻ ആ കുട്ടിയോട് മാന്യമായി ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു പെൺകുട്ടിയാണ് വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാവോ? കോള് വരുന്നു. ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവളോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയാൽ അറിയാം, ഞാൻ അവളോട് ഭയങ്കര കമ്പനിയാണ്. നിങ്ങൾ അറിയാണ്ടാണ് കാര്യം ചുമ്മാ വന്നിട്ട് ഈ ചൊറിയുന്നത്. നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ സംസാരിക്കാത്തവരും നമ്മളെ അറിയാത്തവരാണ് കൂടുതൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് വരെ പോകണം, അതാണ് ഞാൻ ഈ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ വീഡിയോ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനും പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.